ഹായ് മക്കളെ, നിങ്ങളെ സൂപ്പർ കിങ്സ് GIBയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. 25ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഹെൻറീസ് ലോ ഇസ് നോട്ട് കറക്റ്റ് എന്നാലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്യാച്ചും സോലുബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അവർ കൊടുത്തു നോക്കി ഹയർ ദ വാല്യൂ ഓഫ് ക്യാച്ച് അറ്റ് ഗിവൺ പ്രഷർ ഹയർ ഈസ് ദി സോലുബിലിറ്റി എന്നാണോ? അല്ല, സോലുബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ക്യാച്ച് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പി ഈസ് ഈക്വൽ ടു ക്യാച്ചിന്റെ കൈയല്ലേ, അപ്പൊ കൈ ഈസ് ഈക്വൽ ടു പി ബൈ ക്യാച്ച് അല്ലേ. അപ്പൊ പിയും ക്യാച്ചും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, ഡയറക്ട്ലി അല്ല. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ എ ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അടുത്തത്, ഒരു റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ റേറ്റ് ഈ ഫോർവേഡ്, ഇത് കേഫ് ആയതുകൊണ്ട് ഇത് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഫോർവേഡ് റിയാക്ഷൻ, അതുകൊണ്ട് ഇത് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ആണ്. ഇത് ചോദ്യം എന്താ? റിവേഴ്സ് റിയാക്ഷന്റെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ ആണ് ചോദ്യം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ കെ ഇക്വിലിബ്രിയം എഴുതി നോക്കാം. മക്കൾ ഇതിന്റെ കെ ഇക്വിലിബ്രിയം എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ എഴുതാൻ അറിയില്ലേ? പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ അല്ലേ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O ആ കോയിഫിഷ്യന്റിന് പവറിൽ കൊടുക്കണം, സ്ക്വയർ കൊടുത്തു, ബൈ റിയാക്ടൻസ് കോൺസെൻട്രേഷൻ ഓഫ് H2 സ്ക്വയർ കൊടുക്കണം, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO കോയിഫിഷ്യന്റ് 2 ആയതുകൊണ്ട് അത് സ്ക്വയറിൽ കൊടുക്കണം. ഓക്കെ, അത് ഈക്വൽ ടു KF ബൈ KB എന്ന് എഴുതി കൂടെ, KF ബൈ KB എന്ന് എഴുതാം അല്ലെ. ഉറപ്പല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, കെ ഇക്വിലിബ്രിയം ഈക്വൽ ടു KF ബൈ KB ആണെന്നൊക്കെ നിങ്ങൾ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാകും. അറ്റ് ഇക്വിലിബ്രിയം നിങ്ങൾക്ക് ഒരു പോയിന്റ് അറിയാം, റേറ്റ് ഓഫ് ഫോർവേഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് ആണ്. അതായത് KF ഇൻറ്റു, നിങ്ങളിത് ചെയ്താൽ മതിയടാ, എളുപ്പമാണ്. ഇത് ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഇത് ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ക്രോസ് ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുക പറഞ്ഞേ? KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO സ്ക്വയർ ഈക്വൽ ടു KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O സ്ക്വയർ. ആൾറെഡി ഒരു കാര്യം തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഫോർവേഡ് എന്താ? KF ഇൻറ്റു NO സ്ക്വയർ ഇൻറ്റു H2 ഉള്ളൂ. പക്ഷെ ഇവിടെ H2 സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇത് റേറ്റ് ഓഫ് ഫോർവേഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു H2 ഇങ്ങോട്ട് പോയാൽ പോരെ, മതി. അപ്പൊ KF ഇൻറ്റു H2 ഇൻറ്റു NO സ്ക്വയർ ഈക്വൽ ടു KB ഇൻറ്റു N2 H2 സ്ക്വയർ ആൾറെഡി ഉണ്ട്, ബൈ ഇവിടുത്തെ ഒരു H2 ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇവിടുത്തെ H2 സ്ക്വയർ ആയിരുന്നു, ആ H2 സ്ക്വയർ ഒരു H2 താഴോട്ട് വന്നാൽ പിന്നെ അവിടെ ഒരു H2 അല്ലേ ഉണ്ടാവുള്ളൂ, അത്. അപ്പൊ ഇതാണെന്ത്? റേറ്റ് ഓഫ് ഫോർവേഡ്. ഇതാണെന്ത്? റേറ്റ് ഓഫ് ബാക്ക്വേർഡ്. ഓക്കെ, അപ്പം റേറ്റ് ഓഫ് ഫോർവേഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് ആണ്. അപ്പൊ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് ആണ് ചോദ്യം. അപ്പൊ ഇതാണ് ചോദ്യം, ഇതാണ് എഴുതി വെക്കേണ്ടത്. അത് നോക്കിക്കേ, ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? KB ഇൻറ്റു N2 H2 സ്ക്വയർ ബൈ H2. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ഡി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഈ പോയിന്റ് അറിയാം. അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും സെയിം ആണ്. അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് ഈ ഇക്വേഷൻ വെച്ചിട്ട് കെ ഇക്വിലിബ്രിയം ഈക്വൽ ടു KF ബൈ KB എന്നറിയാം. എന്നിട്ട് ഇത് രണ്ടും ക്രോസ് ചെയ്ത് രണ്ടും ഈക്വൽ ടു കൊടുക്കുക. ഇത് റേറ്റ് ഓഫ് ഫോർവേഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്ത്? H2 ആണ്. ഇവിടെ H2 സ്ക്വയർ ഇല്ലേ, അപ്പൊ സ്ക്വയറിന് താഴോട്ട് ഒരു H2 പോകണമെന്നുണ്ടെങ്കിൽ ഒരു H2 താഴോട്ട് വന്നാൽ പോരെ, മതി. അപ്പൊ ഇതാണ് ചോദ്യം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കോംപ്ലക്സ് വിത്ത് ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് CFC. ഇവിടെ എല്ലാത്തിലും ഇവിടെ ഇത് ക്രോമിയം 3+, ടൈറ്റാനിയം 3+, മാംഗനീസ് 3+, എല്ലാത്തിനും ചാർജ് സെയിം ആണ്. അത് നമ്മൾ നോക്കും. നിങ്ങൾ ചാർജ് ടു റേഡിയസ് റേഷ്യോ കൂടുമ്പം പൊതുവെ സ്പ്ലിറ്റിങ്ങും പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, കൂടാറുണ്ട്. അപ്പൊ ഇതിന്റെ ലിഗൻഡ് ഒക്കെ സെയിം ആണ്. ലിഗൻഡ് ഒക്കെ സ്ട്രോങ് ഫീൽഡ് ഒക്കെ, ഒന്ന് സ്ട്രോങ് ഫീൽഡ് ഒന്ന് വീക്ക് ഫീൽഡും ആണെങ്കിൽ CFC കൂടുതൽ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡിനായിരിക്കും. പക്ഷെ ഇവിടെ ലിഗൻഡും ചാർജൊക്കെ സെയിം ആയതുകൊണ്ട് നമ്മൾ അതിന്റെ എന്ത് ചെയ്യും, ഓക്സിഡേഷൻ നമ്പറും സെയിം ആണ്. ഓക്സിഡേഷൻ നമ്പർ ഒക്കെ സെയിം ആയതുകൊണ്ട് ചാർജ് ടു റേഡിയസ് റേഷ്യോ നോക്കിയാൽ മതി. ചാർജ് എല്ലാവർക്കും സെയിം ആണ്. അപ്പൊ ചാർജ് ടു റേഡിയസ് എന്ന് പറയുമ്പോൾ ചാർജ് ബൈ റേഡിയസ് നോക്കിയാൽ മതി. അപ്പൊ റേഡിയസ് ആർക്കാണോ കുറവ് അവർക്കാണ് ചാർജ് ടു റേഡിയസ് റേഷ്യോ കൂടുക അല്ലെ. ഡിനോമിനേറ്റർ കുറയുമ്പോൾ അല്ലാതെ അത് മൊത്തത്തിൽ കൂടുക. അപ്പൊ ഇത് കൂടുമ്പം പൊതുവെ CFC ഗ്യാപ്പ് കൂടാറുണ്ട്. അപ്പൊ റേഡിയസ് ഏറ്റവും കുറവ് ഇവിടെ നിങ്ങൾ DNF പഠിച്ചിട്ടുണ്ടാവും. ക്രോമിയം 3+ ആണ് ഇതിൽ ഏറ്റവും ചെറുത്, ടൈറ്റാനിയം 3+നേക്കാളും Fe 3+നേക്കാളും മാംഗനീസ് 3+നേക്കാളും ഒക്കെ. അപ്പൊ ചാർജ് ടു റേഡിയസ് റേഷ്യോ കൂടുതൽ ഇയാൾക്കായിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ എ എന്ത് ചെയ്യാം, അവർക്കായിരിക്കും CFC കൂടുതൽ ഉണ്ടാവുക. ഓപ്ഷൻ എ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ് ചോദ്യം, പഠിച്ചിട്ടുണ്ടാകും. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. ഓപ്ഷൻ സി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്തത്, ദ അതായത് M3+ M2+ ആവാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ അയേണിന് മാംഗനീസിനേക്കാളും കൂടുതലാണെന്നാ പറയുന്നത്, ആണോ? നോക്കാം. എടാ, അതായത് മെറ്റൽ 3+, മെറ്റൽ 2+ ആവാൻ ടെൻഡൻസി കൂടുതൽ അയേണിനേക്കാളും കൂടുതലായിരിക്കും മക്കളെ, മാംഗനീസ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? അയേൺ Fe3+ കോൺഫിഗറേഷൻ എന്താ?
3D5 3D6 4s2 3 ഇലക്ട്രോൺ പോയാൽ 3D5 പക്ഷെ മാംഗനീസ് 3+ കോൺഫിഗറേഷൻ എന്താണെന്ന് അറിയോ? മാംഗനീസ് 3+ൻ്റെത് 3D5 4s2 3 ഇലക്ട്രോൺ പോയാൽ 3D4 എടാ ഇയാൾ ആൾറെഡി ഇപ്പൊ നല്ല സ്റ്റേബിളാ അല്ലേ? ഇയാൾ ആൾറെഡി നല്ല എന്താണ് സ്റ്റേബിൾ ആണ്, കാരണം 3D5 ആണ്, ഹാഫ് ഫിൽഡ് ആണ്. ഞാൻ അയാൾക്കൊരു ഇലക്ട്രോൺ വിട്ട് അയാൾക്ക് ഇനിയൊരു ഇലക്ട്രോൺ വാങ്ങിയിട്ട് 3+ ആവാൻ Fe3+ ഇലക്ട്രോൺ വാങ്ങുമ്പോഴല്ല Fe2+ ആവുക. ഇയാൾക്ക് ഇലക്ട്രോൺ വാങ്ങാൻ താല്പര്യം ഉണ്ടാവൂല, കാരണം 3D5 3D6 ആവും. 3D6നേക്കാളും സ്റ്റേബിൾ ആണ് ഹാഫ് ഫിൽഡ് ആയ 3D5. പക്ഷേ മാംഗനി Mn3+ ഇനി ഒരു ഇലക്ട്രോൺ വാങ്ങിയിട്ട് Mn2+ ആവാൻ ടെൻഡൻസി കൂടുതലാണ്. കാരണം എന്താ? ഇയാൾ 3D4 ആണ്. അപ്പോൾ ഇലക്ട്രോൺ വാങ്ങി Mn2+ ആകുമ്പോൾ 3D5 ആകാം, ഹാഫ് ഫിൽഡ് ആകാം. അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാ കൂടുതൽ? Mn3+നാണ്, അല്ലാണ്ട് ആർക്കല്ല? അയണിനല്ല. അപ്പൊ ഈ സെന്റൻസ് എന്താ? തെറ്റാണ്. ഇനി പൊതുവെ നമ്മുടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ആൾക്കാർ സ്റ്റെബിലൈസ് ചെയ്യാൻ KMnO4 നോക്കിക്കേ, മാംഗനീസ് +7 അല്ലേ? ആ +7 സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആര് വരുന്നത്? ഓക്സൈഡ് വരുന്നത്. അതുകൊണ്ടാണ് KMnO4 ഒക്കെ ഫോം ചെയ്യുന്നത്. അതാണ് ദ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫസ്റ്റ് റോ ഡി ബ്ലോക്ക് എലമെന്റ് ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ ഓക്സൈഡ് അയോൺ. DNF-ലുള്ള ടോപ്പിക് ആണ്, കൊടുത്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ശരിയാണ്. അക്വ സൊല്യൂഷൻ ഓഫ് ക്രോമിയം 2+ ക്യാൻ ലിബറേറ്റ് ആണ്, പറ്റും. ഡൈല്യൂട്ട് HCl നിന്നും നമുക്ക് H+നെ H2 ആക്കി ലിബറേറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ക്രോമിയത്തിന് പറ്റും. അപ്പൊ ഓപ്ഷൻ 3 എന്ത് ചെയ്യാം? 3 എന്താ? ശരിയാണ്. ഇപ്പൊ 2ഉം 3ഉം എന്താണ്? കറക്റ്റ് ആണ്. വനേഡിയം 2+ അല്ലേ? വനേഡിയം 2+ എന്ന് പറയുമ്പോൾ എന്താ? വനേഡിയം 2+ എന്ന് പറയുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം 3D3 4s2. അപ്പം 3D3 4s2 2 ഇലക്ട്രോൺ പോയാൽ 3D3 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. 3 അൺപെയർഡ് ഇലക്ട്രോൺ. 3 അൺപെയർഡ് എന്ന് പറയുമ്പോൾ √3 × 3+2 √3 × 3+2 4.4 to 5.2 അല്ല, 3 പോയിന്റ് സംതിങ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഏതൊക്കെ ശരി? 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. എ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അടുത്തത് ദി IUPAC നെയിം ഓഫ്, ഇതിന്റെ ചോദ്യമാണ്. ഇത് നോക്കിക്കേ. ആദ്യം നിങ്ങൾ പൊട്ടാഷ്യം എന്ന് വിളിക്കണം, പൊട്ടാഷ്യം എന്ന് വിളിക്കുക. എത്ര ഓക്സിലേറ്റ് ഉണ്ട്? ട്രൈ ഓക്സിലേറ്റോ ഉണ്ട്. കൊബാൾട്ടിന്റെ ചാർജ് പറയണ്ടേ? എടാ 3 പൊട്ടാഷ്യത്തിന്റെ ചാർജ് +3. അപ്പൊ ഈ ടോട്ടൽ കോംപ്ലക്സിന്റെ ചാർജ് എന്തായിരിക്കണം? -3 ആയിരിക്കണം. ഓക്സിലേറ്റിന്റെ ചാർജ് -2. അപ്പൊ 3 ഓക്സിലേറ്റിന്റെ ചാർജ് ടോട്ടൽ -6. -6 എങ്ങനെ -3 ആവാം? കൊബാൾട്ട് +3 ആയിരിക്കും. അപ്പൊ പൊട്ടാഷ്യം എന്താ വിളിക്കുക? ട്രൈ ഓക്സിലേറ്റോ. ഇത് ആനിയോണിക് കോംപ്ലക്സ് അല്ലേ? -3 അല്ലേ? അപ്പൊ ആനിയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ മെറ്റലിന്റെ പേരെന്താ? അവസാനം AT എന്ന് എഴുതണ്ടേ? അപ്പൊ കൊബാൾട്ടേറ്റ് എന്ന് എഴുതണം. അപ്പൊ ചാർജ് എന്താ? +3 ആയതുകൊണ്ട് +3 എന്ന് ഇവിടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ പൊട്ടാഷ്യം ട്രൈ ഓക്സലേറ്റോ കൊബാൾട്ടേറ്റ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ എ ആണ് എന്ത്? ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഈ ക്വസ്റ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ അത് അത്ര കാര്യമാക്കണ്ട. അതായത് ഇവിടുന്ന് Cl- പോയാൽ കിട്ടുന്ന കാർബോകാറ്റോൺ ബെൻസൈലിക്ക, ഇവിടുന്ന് Cl- പോയിട്ട് കിട്ടുന്ന കാർബോകാറ്റോൺ ബെൻസൈലിക്ക. അപ്പൊ രണ്ട് കാറ്റയോൺ എന്താ? അത്യാവശ്യം സ്റ്റേബിൾ ആയതുകൊണ്ട് രണ്ടാൾക്കും എന്ത് റിയാക്ഷൻ നടക്കാം? SN1 റിയാക്ഷൻ നടക്കാം. പക്ഷെ ഇവിടെ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജിന് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജിന് എന്ത് ചെയ്യും? ഡീസ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ കുറച്ച് കുറഞ്ഞത് കൊണ്ട് SN1ഉം SN2ഉം അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നടക്കാം. അതുകൊണ്ട് പൊതുവെ ബെൻസൈലിക് സിസ്റ്റം പൊതുവെ SN1 റിയാക്ഷനാണ് നടക്കാറുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ രണ്ടാളും, അതായത് SN1 ബോത്ത് റിയാക്ഷൻ 1 and 2 ബോത്ത് ആർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, SN1 എന്ന് പറയാം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് വരിക. പക്ഷെ ഇയാൾക്ക് SN2 നടക്കാം, കാരണം ഇവിടെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഇതിന്റെ പോസിറ്റീവ് ചാർജിന്റെ സ്റ്റെബിലിറ്റി കുറക്കുന്നുണ്ട്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് വന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബ്യൂട്ടൻ 1-ol ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ എത്തോക്സി ഈഥൈൻ. ഇത് ആൽക്കഹോൾ ആണ്, ഇത് ഈതറ. ആൽക്കഹോളിന് ഈതറിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടാൻ കാരണം എന്താ? ആൽക്കഹോൾ നല്ലപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിട്ടാ, ഈതറിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ഓക്കെ, അപ്പൊ ബ്യൂട്ടൻ 1-ol ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ എത്തോക്സി ഈഥൈൻ, കാരണം എക്സ്റ്റൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ് ലീഡ്സ് ടു സ്ട്രോങ്ങർ അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ ഇൻ ആൽക്കഹോൾ. അപ്പൊ അസേഷൻ ശരിയാ, റീസൺ കറക്റ്റ് എന്തോ ആണ്? എക്സ്പ്ലനേഷനും ആണ്. അപ്പൊ ഓപ്ഷൻ ഏത് മാർക്ക് ചെയ്യാം? എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്തത് ദ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ വിൽ ബി സെയിം ഫോർ 0.1 മോളാർ NaCl ആൻഡ് 0.1 മോളാർ യൂറിയ. ആണോ? ശരിയാണോ? മൊളാലിറ്റി സെയിം ആണെങ്കിൽ പോലും യൂറിയന്റെ ഐ വാല്യൂ എന്താ? നിങ്ങൾ ഡെൽറ്റ ടിബിന്റെ ഇക്വേഷൻ എന്താ? KB × മൊളാലിറ്റി × I ഉണ്ട്, വാൻ ഹോ ഫാക്ടർ ഉണ്ട്. യൂറിയ ഡിസോസിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഐ വാല്യൂ പൊതുവെ 1 ആയിട്ട് എടുക്കുക. NaCl ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആണെങ്കിൽ Na+ഉം Cl- 2 അയോൺ കിട്ടും, അതുകൊണ്ട് ഐ വാല്യൂ 2 ആ കിട്ടുക. അപ്പം ഐ വാല്യൂ മാറുന്നത് കൊണ്ട് രണ്ടാളുടെയും എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് സെയിം ആയിരിക്കൂല, സെയിം ആണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പൊ 1 എന്തായാലും തെറ്റാ. അപ്പൊ ഓപ്ഷൻ ഏത് വരില്ല? ബിയും വരൂല,
സിയും വരൂല. അസിയോട്രോപിക് മിക്സ്ചർ ബോയിൽ വിത്തൗട്ട് ചേഞ്ചിങ് ദയർ കോമ്പോസിഷൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ. ശരിയാ. ഇപ്പൊ 2 എന്താണ്? കറക്റ്റ് ആണ്. അടുത്തത് ഓസ്മോസിസ്. ഓസ്മോസിസ് ടേക്ക് പ്ലേസ് ഫ്രം ഓസ്മോസിസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുക? സോൾവെന്റ് എവിടെയാണോ കൂടുതൽ അവിടുന്ന് സോൾവെന്റ് കുറവുള്ള ഭാഗത്തോട്ടാണ് സോൾവെന്റ് മൂവ് ചെയ്യുക. അതാണ് ഓസ്മോസിസ്. സോൾവെന്റ് കൂടുതലുള്ള ഭാഗത്തിന് പറയുന്ന പേരെന്താ? ലോവർ കോൺസെൻട്രേഷൻ എന്നാ. ലോവർ കോൺസെൻട്രേഷൻ പറയുന്ന പേരെന്താ? ഹൈപ്പോട്ടോണിക്ക. അപ്പൊ ഹൈപ്പോട്ടോണിക് നിന്ന് ഹൈപ്പർട്ടോണിക്കിലോട്ടാ. ഇവര് ഹൈപ്പർട്ടോണിക് തിരിച്ചാ കൊടുത്തത്. അവർ തെറ്റാ. അപ്പൊ 3 തെറ്റാ. മൂന്നാമത്തെ ആളും തെറ്റാ. ഓക്കെ, 4 അവിടെ നിൽക്കട്ടെ. Van Hoff factor of a solute is independent of അല്ല Van Hoff factor ഇക്വേഷൻ അല്ല I = 1 - alpha plus n alpha എന്നുള്ള ഇക്വേഷൻ ഉണ്ടാവും. ആൽഫ എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ Van Hoff factor ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ ഇൻഡിപെൻഡന്റ് എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇതും തെറ്റാ. ഇപ്പൊ 5 എന്തായാലും തെറ്റാ. ഇപ്പൊ 5 തെറ്റായതുകൊണ്ട് ഓപ്ഷൻ എയും വരൂല. അപ്പൊ ഇനി ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ 4 എന്തായിരിക്കും? ശരിയായിരിക്കും. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ മാസ് ഡെൻസിറ്റിയും മാസ് പെർസെന്റേജും മൊളാരിറ്റി ഒക്കെ തരാം. മാസ് പെർസെന്റേജും ഡെൻസിറ്റി ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഇത് തന്നെ മൊളാരിറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റൻ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. A student has studied the decomposition of a gas AB3 at 25 degrees Celsius. He obtained the following data. ഇനീഷ്യൽ പ്രഷർ 50 ആയിരുന്നു. അപ്പോൾ ടി ഹാഫ് 4. പിന്നെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയ സമയത്ത് ടി ഹാഫ് 2 ആയി. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 200 ആയ സമയത്ത് ടി ഹാഫ് കുറഞ്ഞു. അതായത് കോൺസെൻട്രേഷൻ, ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ പ്രഷറിന്റെ ടേമിലാ പറയാം. അത്രയേ ഉള്ളൂ. അപ്പൊ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടുമ്പോൾ ടി ഹാഫ് അങ്ങനെ കുറയുക. നിങ്ങൾ സീറോ ഓർഡർ എന്താ പഠിച്ചേ? ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാ. ഫസ്റ്റ് ഓർഡറിലോ ടി ഹാഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യൂല? ഡിപ്പെൻഡ് ചെയ്യൂല എന്നാ പഠിച്ചത്. ഓക്കെ, അപ്പൊ ടി ഹാഫിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1 എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി നോക്കിക്കേ മക്കളെ. ഡബിൾ ആകുമ്പം ഹാഫ് ആകുക, ഡബിൾ ആകുമ്പം ടി ഹാഫ് ഹാഫ് ആവുക, കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ ടി ഹാഫ് ഹാഫ് ആവുക. അപ്പൊ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ടി ഹാഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/A0 ആണ്. അപ്പൊ ഇതിവിടെ റേസ് ടു 1 ആണ്. അപ്പൊ ഇവിടെ റേസ് ടു 1 വരണമെന്നുണ്ടെങ്കിൽ n-1 1 ആവണം എന്നുണ്ടെങ്കിൽ n എന്തായിരിക്കണം? 2 അല്ല, 2 - 1 അല്ല 1. അപ്പൊ n എന്താ? സെക്കൻഡ് ഓർഡർ ആണ്, ഓപ്ഷൻ 2. അതായത് ടി ഹാഫും കോൺസെൻട്രേഷനും നേരെ ഡയറക്ട്ലി സ്ക്വയർ ഒന്നും അല്ല, നേരെ ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് ഏത് ഓർഡർ ആയിരിക്കും? സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ഇനി ഇവിടെ സ്ക്വയർ ഒക്കെ ആണെങ്കിൽ, അതായത് ഒന്ന് കുറയുമ്പോൾ അതിന്റെ സ്ക്വയർ ഒക്കെ കുറഞ്ഞിട്ട്, ഒന്ന് കൂടുമ്പോൾ അതിന്റെ സ്ക്വയർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം ഇവിടെ 2 ആയിരിക്കും. ഇവിടെ 2 വരണമെന്നുണ്ടെങ്കിൽ n എന്തായിരിക്കും? 3 ആവണം. ഇത് നേരെ ഒന്ന് എത്രയാണോ കൂടിയത് അത്ര തന്നെ കുറയാം. അപ്പം റേസ് ടു 1 ആയിരിക്കും. ഇവിടെ റേസ് ടു 1 വരണമെന്നുണ്ടെങ്കിൽ n-1 1 ആവണമെന്നുണ്ടെങ്കിൽ n എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. ഇത് നിങ്ങൾ പഠിച്ചല്ലടാ, ഫിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഇയാൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ്, ഓർത്തോ പൊസിലോട്ട് അസൈൽ ഗ്രൂപ്പ് വരും. ശരിയാണ്. ഇത് തെറ്റേതാ? ഇത് ആൽക്കഹോളിക് യോച്ച് അല്ലേ? ആൽക്കഹോളിക് യോച്ച് ചെയ്യുന്ന പരിപാടി എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, എലിമിനേഷനാ. നോക്കി, അക്വസ് യോച്ച് ആണ് BR- പോയിട്ട് OH- വരിക. ശരിയാ. പക്ഷെ ആൽക്കഹോളിക് യോച്ച് ചെയ്യുന്ന പരിപാടി എലിമിനേഷനാ. BR- പോയിട്ട് OH- വരുന്ന പരിപാടിയല്ല, എലിമിനേഷനാ നടക്കുക. ആൽഫയെന്ന് BR പോവും, ബീറ്റന്ന് H പോവും, ഡബിൾ ബോണ്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ആൽക്കീനാ കിട്ടണ്ടേ. അപ്പൊ ഇത് തെറ്റാണ്, ഓപ്ഷൻ ഡി തെറ്റായിട്ട് വരും കേട്ടോ. അടുത്തത്, ഒരു ബെൻസീൻ ഉണ്ട്. ബെൻസീന്റെ അടുത്ത് ഇതെന്താ? AlCl3 എന്താ ചെയ്യുക? Cl- ഒഴിവാക്കും. ഇവിടുന്ന് Cl- പോയാൽ ഇവിടെ എന്ത് കിട്ടും? പ്ലസ് കിട്ടും. ഈ പ്ലസ് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് എന്താ കിട്ടുക മക്കളെ? ഐസോപ്രൊപ്പൈൽ ബെൻസീൻ, അതായത് ക്യുമീൻ കിട്ടും. ക്യുമീന്റെ അടുത്തോട്ട് ഓക്സിജനും പിന്നെ വാട്ടറൊക്കെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? പറയൂ, എന്താ കിട്ടുക? പെട്ടെന്ന് പറ. ഫിനോൾ കിട്ടും. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഫിനോൾ. ഇവിടെ ആരാ കിട്ടുക? ഫിനോളിന്റെ പ്രിപ്പറേഷൻ അല്ലേ. ആദ്യം നിങ്ങൾ ഈ AlCl3 Cl- എടുത്തുകൊണ്ട് പോകും. ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടന്നിട്ട് ഇവിടെ ക്യുമീൻ കിട്ടും. ക്യുമീന്റെ അടുത്തോട്ട് ഇത്രയും ആൾക്കാർ ആഡ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഫിനോൾ കിട്ടും. ആ ഫിനോളിന്റെ അടുത്തോട്ട് Na2Cr2O7 ഒക്കെ ആഡ് ചെയ്താൽ ബെൻസോക്വിനോൺ കിട്ടുമെന്നും, ആ ഫിനോളിന്റെ അടുത്തോട്ട് Br2CS2 ഒക്കെ ആഡ് ചെയ്താൽ ഓർത്തോ ബ്രോമോ ഫിനോൾ കിട്ടുമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഏത് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. എന്താ കിട്ടുക? ബെൻസോക്വിനോണും. ഇയാളെന്താ കിട്ടുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫിനോളിന്റെ അടുത്തോട്ട് Br2CS2 ആണെങ്കിൽ പാരാബ്രോമോ ഫിനോൾ കിട്ടുമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും കേട്ടോ. അടുത്തത്, the one that will show optical activity. ഇത് ഏത് ഫോർമാറ്റ് നോക്കിക്കേടാ? എം ഉണ്ട്, 3A 3B. MA3B3 ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കൂല എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇത്
AA2 B2 ട്രാൻസ് ആണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല എന്ന് പഠിച്ചിട്ടുണ്ടാകും. ഇത് MA2B4 ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല എന്ന് പഠിച്ചിട്ടുണ്ടാകും. ഇത് നോക്കിക്കേടാ, MAA അതായത് MA2B2 അതേപോലെ ഇവിടെ ബൈഡെൻഡേർ സിമെട്രിക്കൽ ലിഗൻഡാ. അവിടെ ഇയാൾ നിങ്ങൾ എന്ത് ചെയ്താലും ഇയാൾക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകൂല. ഒരു ഷോർട്ട് കട്ട് പഠിക്കാൻ വേണമെങ്കിൽ മക്കൾ ഇയാളും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളും സെയിം ആണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അയാൾക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല. നോക്കിക്കേടാ, ഇവിടെ ഇയാളും സെയിം അല്ലേ, അപ്പൊ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല. ഇവിടെ നോക്കിക്കേ, ഇയാളും സെയിം അല്ലേ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല. ഇവിടെ ഇയാളും സെയിം അല്ലേ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല. അങ്ങനെ ഇവിടെ ഇയാളും സെയിം ആണോ? അല്ല. ഇയാളും സെയിം ആണോ? അല്ല. ഇയാളും സെയിം ആണോ? അല്ല. അപ്പൊ ആ പോയിന്റ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവൂല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകും. അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉള്ളത് ആരാ? സി ആണ് എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ് നിങ്ങൾ ആ വാല്യൂ അറിയാണെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ വാല്യൂ വെച്ചിട്ട് ചെയ്യലാണ്. ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്തത്, the osmotic pressure of a dilute solution of an anionic compound XY in water is 4 times that of a solution of 0.01 molar BaCl2 in water. Assuming complete dissociation of a given ionic compound in water, the concentration of XY എന്ന ചോദ്യം. അറിയുന്ന ഇക്വേഷൻ എന്താ? ഐസോട്ടോണിക് ആണെന്ന് വെച്ചാൽ അവിടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെന്നല്ലേ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഇൻറ്റു RT ഇൻറ്റു I അല്ലേ. അപ്പൊ ഒന്നാമത്തെ ആളുടെ XY എന്നുള്ള ആളുടെ കോൺസെൻട്രേഷൻ എനിക്ക് അറിയില്ല. അപ്പൊ കോൺസെൻട്രേഷൻ അതാണ് കണ്ടുപിടിക്കേണ്ടത്. XY ഇൻറ്റു RT ഇൻറ്റു I എന്താ? കംപ്ലീറ്റ്ലി ഡിസോസിയേഷൻ എന്ന് പറയുമ്പം XY ഡിസോസിയേറ്റ് ചെയ്ത് X പ്ലസും Y മൈനസും കിട്ടും. അപ്പൊ 2 അയോൺ കിട്ടും. കംപ്ലീറ്റ്ലി ഡിസോസിയേഷൻ അല്ലേ. അപ്പം I ഈക്വൽ ടു എന്താ? 2 എന്ന് പറഞ്ഞൂടെ. NaCl കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ Na പ്ലസും Cl മൈനസും അല്ലേ. 2. അതേപോലെ XY X പ്ലസും Y മൈനസും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ആണെങ്കിൽ എത്ര അയോണാ കിട്ടുക? 2 അയോൺ കിട്ടും. ഈക്വൽ ടു ആരുടേത്? കോൺസെൻട്രേഷൻ ഓഫ് BaCl2 എന്താ? 0.01 ഇൻറ്റു RT തന്നെയാണ്. അയാളുടെ I വാല്യൂ എന്താ? ഇതും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് അല്ലേ. ക്വസ്റ്റ്യൻ എന്തൊരു ഹിന്റ് തന്നിട്ടുണ്ടോ? അതായത് ഇറ്റ് ഈസ് 4 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം 4 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസോട്ടോണിക് എന്നല്ല പറഞ്ഞ, 4 ടൈംസ് എന്നാ പറഞ്ഞ അല്ലേ. അപ്പൊ 4 ഇൻറ്റു പിന്നെ കോൺസെൻട്രേഷൻ എന്താ? 0.01 ആണ്. പിന്നെ RT ഉണ്ട്. I എന്താടാ? BaCl2 കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ആണെങ്കിൽ 3 അല്ലേ. ഒരു Ba2 പ്ലസും 2 Cl മൈനസും. ഓക്കെ. അപ്പം ഇയാളുടെ ഓസ്മോട്ടിക് പ്രഷർ ഇയാളുടെ 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4 ടൈംസ്. അതുകൊണ്ട് 4 ഇൻറ്റു ഇയാളുടെ കോൺസെൻട്രേഷൻ 0.01 ആണ് ഇൻറ്റു RT ഇൻറ്റു ഇയാളുടെ I എത്ര? Ba2 പ്ലസും 2 Cl മൈനസ് 3 ആയോണ്. അതുകൊണ്ട് ഇൻറ്റു 3 വേണം. ഇവിടെ ഇൻറ്റു 3 കൊടുക്കുക. ഓക്കെ. നമുക്ക് അറിയാത്ത ആര് മാത്രമേ ഉള്ളൂ? കോൺസെൻട്രേഷൻ ഓഫ് XY മാത്രമല്ലേ ഉള്ളൂ. ഈ RT ഒക്കെ കട്ട് ചെയ്ത് പോകൂലേ. അപ്പൊ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇത് ഈക്വൽ ടു ഇതേ ബൈ 2 ചെയ്താൽ പോരെ. മതി. ചെയ്ത് നോക്കിയാൽ ഓപ്ഷൻ എന്ത് കിട്ടും? B ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത്, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് ഓക്സിഡൈസിങ് ഏജന്റ്. പൊതുവെ മക്കൾ ഈ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ലാൻഡനോയിഡ് സീരീസിലൊക്കെ അവിടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? 3+. മോസ്റ്റ് സ്റ്റേബിൾ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+. അപ്പൊ EU2+ന് 3+ ആവണമെന്നുണ്ടെങ്കിൽ ആൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആൾ. അപ്പൊ എന്തായാലും വിട്ടുകൊടുക്കും, ഓക്സിഡേഷൻ നടക്കുന്ന ആള് നല്ല റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. ഈ CE4+ന് CE3+ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാം 3+ലോട്ട് മാറാനാ താല്പര്യം ഉണ്ടാവുക. അപ്പൊ 4+, 3+ ആവണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ വാങ്ങുന്ന ആള് റിഡക്ഷൻ നടക്കുന്ന ആൾ എന്ത് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഏത് ഓപ്ഷനാണ് മാർക്ക്? നല്ല റെഡ്യൂസിങ് ഏജന്റ് EU2+ഉം നല്ല ഓക്സിഡൈസിങ് ഏജന്റ് CE4+ കേട്ടോ. അടുത്തത് Ki ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. നിങ്ങൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പതുക്കെയാണ് ചെയ്യുക. വീക്ക് CH3CH വീക്ക് ഇലക്ട്രോലൈറ്റ് ഒക്കെ ആണ് പെട്ടെന്ന് എന്ത് ചെയ്യുക? സ്റ്റീപ്പ് ആയിട്ട് പോവുക. അപ്പോൾ 4 Ki മോളർ കണ്ടക്ട് ഇൻക്രീസ് സ്റ്റീപ്ലി വിത്ത് ഡൈല്യൂഷൻ ആണല്ല, സ്ലോലി ആണ്. അത് തെറ്റാണ്. കാർബോണിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റ് മോളർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് സ്ലോലി ആണല്ല. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് കുത്തനെ കൂടും, പെട്ടെന്ന് കൂടും, സ്റ്റീപ്പ് ആയിട്ടും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പതുക്കെ ഗ്രാജുവൽ ഇൻക്രീസ് ആണ് ഉണ്ടാവുക. അപ്പൊ അവര് നേരെ തിരിച്ചാ പറഞ്ഞത്. അതുകൊണ്ട് ഇതും തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം തെറ്റാ, സ്റ്റേറ്റ്മെന്റ് 2ഉം തെറ്റാ. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഇസ് ഇനാക്റ്റീവ് ടുവാർഡ്സ് SN1? SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? SN1 റിയാക്ഷനിൽ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ആരാ? കാർബോകാറ്റോണാ.
ഇപ്പൊ കാർബോക്കേറ്റോൺ നല്ല സ്റ്റേബിൾ ആണെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടുന്ന് CL- പോയാൽ ടെർഷറി കാർബോക്കേറ്റോൺ നല്ല സ്റ്റേബിളാ. ഇവിടുന്ന് CL- പോയാൽ ഇത് നോക്കിക്കേ, പൈ സിഗ്മ പ്ലസ് റെസൊണൻസ് ഉണ്ട്, അതുകൊണ്ട് ഹൈലി സ്റ്റേബിളാ. ഇവിടുന്ന് CL- പോയാൽ ബെൻസീൻ റിങ്ങിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് പ്ലസ് വന്നാൽ ബെൻസൈലിക് കാർബോക്കേറ്റോൺ ആണ്. അപ്പൊ ഇവിടെയും പൈ സിഗ്മ പ്ലസ് ഉണ്ട്, ബെൻസൈലിക് ഒക്കെ ഹൈലി സ്റ്റേബിളാ. അപ്പൊ ഇതിൽ നിന്നും കിട്ടുന്ന കാർബോക്കേറ്റോൺ ഒക്കെ ഹൈലി സ്റ്റേബിളാ. ഇവിടുന്ന് CL- പോയാലുള്ള പ്രശ്നം എന്താണ്? ഇത് ടെർഷറി എന്നൊക്കെ തോന്നും, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നിന്ന് CL- പോയാൽ ഇവിടെ ആ പ്ലസ് വരിക. ഈ ഒരു ഭാഗത്തിന്റെ പേരുണ്ട് ബ്രിഡ്ജ് പൊസിഷൻ എന്നൊക്കെ പറയും. എന്ത് ബ്രിഡ്ജ്? ജംഗ്ഷൻ എന്നൊക്കെ പറയും. ഈ തിരക്കുള്ള ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് നമുക്ക് പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ആ ഒരു പോയിന്റ്, ഒന്ന് പഠിച്ചു വെച്ചോ. ഈ പൊസിഷൻ ഒക്കെ പറയുന്ന പേരാ ബ്രിഡ്ജ് പൊസിഷൻ. ഈ ബ്രിഡ്ജ് പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ സിസ്റ്റം ഒട്ടും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് ഈ റിയാക്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. SN1 റിയാക്ഷൻ പൊതുവെ കുറവ് ഈ ഒരു കേസിലായിരിക്കും. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്തത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ജയിലൊക്കെ നിങ്ങളെ മെയിൻ അതായത് അങ്ങനെ പൊതുവെ നിങ്ങളെ ബോർഡ് എക്സാമിന് ഒരിക്കലും ചോദിക്കൂല. ജെ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്നാലും നോക്കി വെക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകൂല. റിംഗ് എക്സ്പാൻഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട് മക്കളെ. ഇതൊരു ആസിഡ് അല്ലടാ. ആസിഡ് എന്താ പൊതുവെ ചെയ്യുക? ഒരു OH- എടുത്തോണ്ട് പോകും. അപ്പൊ ഇവിടെ ഒരു OH- പോയാൽ OH- പോയ ഭാഗത്ത് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. OH- പോയ ഭാഗത്ത് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഈ നടക്കുന്നത് ഈ 5 മെമ്പേർഡ് റിങ്ങിനേക്കാളും കുറച്ചും കൂടി സ്റ്റേബിൾ ആണ് പൊതുവെ 6 മെമ്പേർഡ് റിങ്. അപ്പൊ ഇത് 5 മെമ്പേർഡ് റിങ് അല്ലേ? ഞാൻ ഇത് എടുത്തിട്ട് ഇവിടുന്ന് ഇയാളെ പറിച്ചെടുത്തു. ഇവിടുന്ന് ഈ കണക്ഷൻ ഇവിടെ എടുത്തിട്ട് ഇയാളെ പിടിച്ചിട്ട് ഞാൻ ഈ ബോണ്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇവിടെ കൊണ്ടുപോയി വെച്ചാലുള്ള ഗുണം എന്താ? ഇതിപ്പോ 1, 2, 3, 4, 5, 6 6 മെമ്പേർഡ് റിംഗ് ആയി ഫോം ചെയ്തു. ഞാൻ ഇതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചു. അതായത് വരക്കുന്നുണ്ടേ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഈ ബോണ്ട് ഞാൻ ഇതേപോലെ വരക്കാണ്. ഈ പോസിറ്റീവ് ചാർജിലോട്ട് വരക്കുന്നുണ്ട്. പറ്റിയിട്ട് എന്താ ചെയ്തെന്ന് നോക്കിക്കേ. ഇവിടുത്തെ ഈ ജംഗ്ഷൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ബോണ്ട് ഞാൻ ഇങ്ങോട്ടൊരു ബോണ്ട് കൊടുത്തു. ഓക്കെ, അത് ഞാൻ വരക്കാൻ പോവാണ്. 1, 2, 3. ഇവിടെ ഒരു CH3 ഉണ്ട്. പിന്നെ ഇയാളുടെ അടുത്ത് ഓക്കെ ഇങ്ങനെയുള്ളത് അല്ലേ, ഞാൻ ഇവിടെ ഒരു ബോണ്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഇപ്പൊ നഷ്ടമായിരിക്കാം. ഞാൻ ഇവിടുത്തെ ബോണ്ട് പൊട്ടിച്ചിട്ട് ഈ ബോണ്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചതല്ലേ. അപ്പൊ ഈ ജംഗ്ഷനിൽ ഇവിടെ ഇയാൾക്കൊരു ബോണ്ട് നഷ്ടമായിട്ടുണ്ട്. അപ്പൊ നഷ്ടമായ ഭാഗത്ത്, ബോണ്ട് നഷ്ടപ്പെട്ട ഭാഗത്താണ് എന്ത് വരിക? പോസിറ്റീവ് ചാർജ് വരിക. അപ്പൊ ഇത് നല്ലപോലെ 6 മെമ്പേർഡ് റിംഗ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു 6 മെമ്പേർഡ് റിംഗ് വരച്ചു അല്ലേ. 1, 2, 3, 4, 5, 6 മെമ്പേർഡ് റിംഗ് വരച്ചു. എന്നിട്ട് പോസിറ്റീവ് ചാർജ് ഞാൻ എവിടെയെങ്കിലും കൊടുത്തു. ഈ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് ഒരു CH3 ഉണ്ട് അല്ലെ. അതായത് ഇങ്ങോട്ട് ഇവിടെ ഒരു CH3 ഉണ്ടാവും. ഓക്കെ, ഇനി പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു കാർബണിന്റെ അടുത്ത് ഈ പോസിറ്റീവ് ചാർജിന്റെ കാർബണിന്റെ അടുത്ത് തന്നെ CH3, അതാണ് പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് തന്നെ CH3 ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് CH3 ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ഇയാളും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് ഇങ്ങോട്ടൊരു CH3 കൊടുക്കുക. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണെ വിളിക്കുന്ന പേരാ ആൽഫ കാർബൺ. ആൽഫ കാർബണിന് തൊട്ടടുത്തുള്ള കാർബണെ വിളിക്കുന്ന പേരാ ബീറ്റ കാർബൺ. അപ്പൊ ഇതും ബീറ്റയാ, ഇതും ബീറ്റയാ. ഇവിടെ 2 H ഉണ്ടാവും, ഇവിടെ ഒരു HL ഉണ്ടാവുള്ളൂ. അപ്പൊ കുറവ് H എവിടെയാണോ അവിടെ നിന്ന് H പോവുക. എന്നിട്ട് ആൽഫയും ബീറ്റയും തമ്മിൽ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് കൊടുക്കുക. അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ബീറ്റന്ന് Hഉം പോയി, എന്നിട്ട് തമ്മിൽ ഡബിൾ. അപ്പൊ പോയ ബോണ്ട്, ഇയാൾക്കൊരു ബോണ്ട് ഇവിടെ എക്സ്ട്രാ വന്നത് കൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം ഈ ബീറ്റിന് Hഉം പോയി, എന്നിട്ട് ആൽഫയും ബീറ്റും നമ്മൾ ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഏത് മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത 45th ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഓപ്പറേഷൻ ബിലോ ഫോർ ദി എബോവ് സെൽ. ഈ എക്സ്റ്റേണൽ 1.1 കൂടുതലാണെങ്കിൽ പൊതുവെ ഇലക്ട്രോൺ എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുക? സിങ്കിൽ നിന്നും കോപ്പറിലോട്ട്. കോപ്പറിലോട്ടാണ് എന്ത് ചെയ്യുക? ഇലക്ട്രോൺ പൊതുവെ എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുക. അപ്പം കറണ്ട് എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ? കറണ്ട് ആവുമ്പോൾ നേരെ തിരിയും. ഇലക്ട്രോൺ ഫ്ലോ സിങ്കിൽ നിന്ന് കോപ്പർ, നോർമൽ ഇലക്ട്രോലൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഗാൽവനിക് സെല്ലിൽ സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 കൂടുതലാണെങ്കിൽ, അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് 1.1 അതിനേക്കാളും കൂടുതൽ വോൾട്ടേജ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താൽ അവ ഫ്ലോ ഇവിടുന്ന് തിരിച്ചു നടക്കും. കോപ്പറിന്ന് സിങ്കിലോട്ട് നടക്കും. ശരിയാണ്. ഓക്കെ, ഈ ഇനി പൊതുവെ ഗാൽവനിക് സെല്ലിൽ നോക്കിക്കേ, സിങ്ക് Zn2+ ആയിട്ട് താഴെ ഡിസോൾവ് ചെയ്യും.
എന്നിട്ട് Zn2+ ഒഴിവാക്കി 2 ഇലക്ട്രോൺ ഇതിലൂടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് ഇലക്ട്രോൺ വരുന്നത്. ഓക്കെ, അപ്പൊ പൊതുവെ സിങ്ക് Zn2+ ആയി സിങ്ക് ഡിസോൾവ് ചെയ്തിട്ട് സിങ്ക് Zn2+ ആയിട്ട് മാറും. ആ Zn2+ ആണ് താഴോട്ട് ഇറങ്ങി വരിക. അതാണ് ഇവിടെ സിങ്ക് ഡിസോൾവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 കൂടുതലാണെങ്കിൽ, അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ശരിക്കും 1.1 വോൾട്ടേജാണ്. ആ 1.1 വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താൽ ഗാൽവനിക് സെല്ലിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ ഓപ്പോസ് ചെയ്ത് നടക്കും. അപ്പൊ നോർമലി സിങ്ക് Zn2+ ആയിട്ട് ഇതായി ഡിസോൾവ് ചെയ്യാണ്. അപ്പൊ എക്സ്റ്റേണൽ വോൾട്ടേജ് അതിനേക്കാളും കൂടുതൽ കൊടുത്താൽ സിങ്ക് ഡിസോൾവ് അല്ലേ ചെയ്യുക, കോപ്പർ ആയിരിക്കും ഡിസോൾവ് ആവുക. അപ്പൊ നോക്കിയേ, സിങ്ക് ഡിസോൾവ് അറ്റ് സിങ്ക് ഇലക്ട്രോൺ ആൻഡ് കോപ്പർ ഡെപ്പോസിറ്റ് അറ്റ് കോപ്പർ ഇലക്ട്രോൺ. അത് നോർമൽ കണ്ടീഷൻ അല്ലേ. സിങ്ക് Zn2+ ആയിട്ട് മാറും. സിങ്ക് Zn2+ ആയിട്ട് മാറുമ്പോൾ 2 ഇലക്ട്രോൺ വിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഇലക്ട്രോൺ ഇതിലൂടെ വന്നിട്ട് ആ 2 ഇലക്ട്രോൺ ഇയാൾ കോപ്പർ 2+, 2 ഇലക്ട്രോൺ വാങ്ങി കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യല. പൊതുവെ അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നോർമൽ ഗാലനിക് സെല്ലിൽ സിങ്ക് ഡിസോൾവ് ചെയ്യും, Zn2+ ആവും, കോപ്പർ 2+ കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഡിസോൾവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന സിങ്ക് Zn2+ ആവാന്ന, ഡെപ്പോസിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പർ 2+ കോപ്പർ ആവാന്ന. അതാണ് നോർമൽ കണ്ടീഷനിൽ. പക്ഷെ ഇത് നോർമൽ കണ്ടീഷൻ ആണോ? അല്ല. എക്സ്റ്റേണൽ വോൾട്ടേജ് നോർമലി നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 1.1 ആണ്. ആ 1.1നേക്കാളും കൂടുതൽ വോൾട്ടേജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ കൊടുത്താൽ എന്തൊക്കെയാണ് നോർമലി നടക്കാതെ നേരെ ഒപ്പോസ് ചെയ്യും. അപ്പൊ സിങ്ക് ഡിസോൾവ് അല്ല ചെയ്യുക. അപ്പൊ ഈ സെന്റൻസ് എന്താണ്? തെറ്റാണ്. അപ്പൊ തെറ്റായ സെന്റൻസ് ഏതാ മക്കളെ? ഓപ്ഷൻ 2 ആണ് എന്ത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേപ്പർ പ്രഷർ ഓഫ് 30% വെയിറ്റ് ബൈ വോളിയം അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്താണെന്നാണ് ചോദ്യം. നോക്കാം. ഇങ്ങനെ നമ്മൾ നിങ്ങൾക്ക് അറിയാലോ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇക്വേഷൻ അറിയാലോ. P0 മൈനസ് P/P0 ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മോൾ. ടോട്ടൽ മോളിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ മോൾ എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. ഓക്കെ, അപ്പം N2 + N1 ചെയ്യാം. പൊതുവെ നമ്മൾ ഇക്വേഷൻ മാത്സ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടൊക്കെ, എടാ പൊതുവെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റ് വളരെ കൂടുതലും സൊല്യൂട്ട് വളരെ കുറവല്ലേ. അപ്പൊ താഴെ ഡിനോമിനേറ്ററിലുള്ള ഈ സൊല്യൂട്ടിന് നമ്പർ ഓഫ് മോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം, മാത്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എന്തായാലും N2 N1 കണ്ടുപിടിക്കണം. ക്വസ്റ്റിന് 30% വെയിറ്റ് ബൈ വോളിയം അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 30% വെയിറ്റ് ബൈ വോളിയത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 30 ഗ്രാം ഗ്ലൂക്കോസ് ഇൻ 100 ml വാട്ടർ എന്നാ. ഓക്കെ, 30% വെയിറ്റ് എന്താ? വെയിറ്റ് ബൈ വോളിയം എന്ന് വെച്ചാൽ എന്താ? 100 ടോട്ടൽ 100 ml സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ അയാൾ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, അതാണത് വെയിറ്റ് ബൈ വോളിയം. 30% വെയിറ്റ് ബൈ വോളിയം ഗ്ലൂക്കോസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 30 ഗ്രാം ഗ്ലൂക്കോസ് ഇൻ 100 ml സൊല്യൂഷൻ, 100 ml വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? 30 ഗ്രാം ഗ്ലൂക്കോസ് അല്ലേ, അപ്പൊ 30 ബൈ അല്ല മോളിക്കുലർ മാസ് എത്ര? 180. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മാസ് ഓഫ് സോൾവെന്റ് കണ്ടുപിടിക്കണ്ടേ? മാസ് ഓഫ് സോൾവെന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് മൈനസ് ചെയ്താൽ പോരെ. മാസ് ഓഫ് സൊല്യൂട്ട് എത്ര? 30 ഗ്രാമാ. മാസ് ഓഫ് സൊല്യൂഷൻ എത്ര അറിയില്ല, പക്ഷേ വോളിയം ഓഫ് സൊല്യൂഷൻ 100 ml സൊല്യൂഷൻ ആണ്. അതേപോലെ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എത്ര? 1.2 ആണ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ പോരെ. വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര? 100 ml സൊല്യൂഷന് 30% വെയിറ്റ് ബൈ വോളിയത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 30 ഗ്രാം ഗ്ലൂക്കോസ് ഇൻ 100 ml സൊല്യൂഷൻ എന്നാണ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ അല്ലേ. വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര? 100 ml അല്ലേ. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എത്ര? 1.2 അല്ലേ. അത് ചെയ്താൽ എന്താ കിട്ടുക? 120 കിട്ടും. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ 120 കിട്ടി. അപ്പൊ മാസ് ഓഫ് സോൾവെന്റ് എത്ര മക്കളെ? മാസ് ഓഫ് സോൾവെന്റ് പറ. മാസ് ഓഫ് സൊല്യൂഷൻ മാസ് ഓഫ് സൊല്യൂട്ട് മൈനസ് ചെയ്താൽ പോരെ. മാസ് ഓഫ് സൊല്യൂഷൻ 120 അല്ലേ. മാസ് ഓഫ് സൊല്യൂട്ട് എത്ര? 30 ഗ്രാം ഗ്ലൂക്കോസ് അല്ലേ. അപ്പൊ 30, അപ്പൊ എന്ത് കിട്ടും? 90 കിട്ടും. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് വാട്ടർ അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ എത്ര സോൾവെന്റ് എത്രയല്ലേ? 90 ഗ്രാം. അതാ വാട്ടർ 90 ബൈ അതിന്റെ വാട്ടറിന്റെ മോളർ മാസ് എത്ര? 18. അപ്പൊ എന്ത് കിട്ടി? 5 മോള് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റും കിട്ടി. ഈ P0 എന്താ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുമല്ലോ P0. പെട്ടെന്ന് പറ. ക്വസ്റ്റ്യനിൽ P0 തന്നിട്ടുണ്ടാവുമല്ലോ. നോക്കിക്കേ, ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ ആണ് P0. ഇത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും ഇത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും.
സൊല്യൂട്ടിന് ആഡ് ചെയ്തതിന് ശേഷമുള്ള വേപ്പർ പ്രഷറാണ് പി. സൊല്യൂട്ടിന് ആഡ് ചെയ്യാത്തതിന് മുമ്പുള്ള പ്യൂർ വാട്ടറിന്റെ വേപ്പർ പ്രഷറാണ് P0. അപ്പൊ അത് 24. അപ്പൊ ഇത് 24 ആണ് തന്നിട്ടുണ്ട്. N2 കണ്ടുപിടിച്ചു, N1 കണ്ടുപിടിച്ചു, സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചു, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചു. എല്ലാം ഇക്വേറ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ആൻസർ ഏകദേശം 23യുടെ അടുത്താണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതായത് എന്തായാലും പ്യുവർ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയും. അതിനെ വിളിക്കുന്ന പേര് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. പ്യുവറിന്റെ 24 അപ്പൊ സൊല്യൂഷൻ എന്തായാലും 24നേക്കാളും കുറച്ച് കുറയുന്ന ഉറപ്പാ. അതിനെ വിളിക്കുന്ന പേര് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതിന്റെ ഇക്വേഷൻ ആണിത്. അപ്പൊ ഇത് പ്യുവർ വാട്ടറിൻ്റെത്, ഇത് സൊല്യൂഷൻ്റെത്. പ്യുവർ വാട്ടറിന് തന്നിട്ടുണ്ട് 24 ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ N2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, N1 കണ്ടുപിടിച്ചു. ഇവിടെ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ 0.8 മോളാർ സൊല്യൂഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി. ചോദ്യം, മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 മൊളാരിറ്റി ആണല്ലോ. ആണ്. കാപ്പ തന്നിട്ടില്ല, റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ കാപ്പ ഈക്വൽ ടു 1 അതാ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 1 റെസിസ്റ്റിവിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കാപ്പക്ക് പകരം 1 റെസിസ്റ്റിവിറ്റി എന്ന് കൊടുക്കുക, ഇൻറ്റു 1000 മൊളാരി. ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 മൊളാരിറ്റി. ഇനി കാപ്പ തന്നിട്ടില്ലല്ലോ, കാപ്പ തരണ്ട. കാപ്പ കണ്ടുപിടിക്കാൻ 1 റെസിസ്റ്റിവിറ്റി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, പഠിച്ചിട്ടുണ്ടാവും. ഈ റെസിസ്റ്റിവിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1/5 ഇൻറ്റു 10⁻³ മുകളിൽ ഇൻറ്റു 1000 ഉണ്ട്. മൊളാരിറ്റി എന്താ? 0.8 ആണ്. ചെയ്ത് നോക്കിയാൽ ആൻസർ കൂളായിട്ട് കിട്ടും. 25 ഒക്കെ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ഓഫ് എൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വിത്ത് ഇവർ കുറച്ച് കോംപ്ലക്സ് തന്നിട്ടുണ്ട്. അവർ AgNO3 റിയാക്ട് ചെയ്തപ്പോൾ കുറെ AgNO3 ഇഷ്ടം പോലെ ഉണ്ട്, എക്സസ് ഓഫ് AgNO3 ഉണ്ട്. റിയാക്ട് ചെയ്തപ്പം 2 മോൾ AgCl കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ ആര് റിയാക്ട് ചെയ്താൽ ഇതിലുള്ള 3-ൽ ആര് AgNO3 റിയാക്ട് ചെയ്താലാണ് 2 മോൾ AgCl കിട്ടാൻ നോക്കുക. അയാളുടെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക. COCl3 എന്ന് പറയുമ്പോൾ ഇതാണ് കോമ്പൗണ്ട് കേട്ടോ. CONH3 ത്രൈസും Cl 3 പുറത്തൊരു Cl ഉണ്ടാവുക. NaCl2 എന്ന് പറയുമ്പോൾ NiH2O6 പുറത്തപ്പോൾ 2 Cl ഉണ്ടാകും. PtCl4 2HCl എന്ന് പറയുമ്പോൾ H2PtCl6 ആണ്. മക്കൾ ഓർത്ത് വെക്കണം, അത് നിങ്ങൾ അങ്ങനെ പഠിക്കണം കേട്ടോ. പൊതുവെ കൊബാൾട്ട് NH3 കൊബാൾട്ടിന് പൊതുവെ നിങ്ങൾ നോക്കിക്കേടാ COCl3 4NH3 എന്നല്ലേ? അയ്യോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒരു മിനിറ്റ്. കൊബാൾട്ടിന് പൊതുവെ NH3 കുറച്ചും കൂടി അഫിനിറ്റി കൂടുതലാണ് Cl-നേക്കാളും. അതിനൊരു റീസൺ ഒക്കെ ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ CONH3 4 ഉണ്ടാകും. അപ്പൊ കൊബാൾട്ട് പൊതുവെ എക്സാ കോർഡിനേറ്റ് 6 ബോണ്ട് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ 4 ഉണ്ടാക്കി 2 ബോണ്ടും കൂടി ഉണ്ടാക്കാൻ 2 Cl വേണം. അപ്പൊ ഒരു Cl എന്തായിരിക്കും? പുറത്തായിരിക്കും. കണ്ടില്ലേ? കൊബാൾട്ടിന് പൊതുവെ NH3 അഫിനിറ്റി കൂടുതലാണ്. അതുകൊണ്ട് NH3 4 ഉണ്ടെങ്കിൽ 4 കൊബാൾട്ടിന്റെ കൂടെ ഉണ്ടാവും. കൊബാൾട്ട് മാക്സിമം 6 ബോണ്ടാണ് പൊതുവെ ഉണ്ടാക്കുക. അതുകൊണ്ട് ഇവിടെ 6 ആക്കാൻ ബാക്കി 2 ഇവിടെ ഇതിന്റെ ഉള്ളിൽ വേണം. 3 Cl ഇല്ലേ? അപ്പൊ ഒരു Cl എന്തായിരിക്കും? പുറത്തായിരിക്കും. അതേപോലെ തന്നെ നിക്കലിന്റെ കേസിൽ H2O കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ക്ലോറിനേക്കാളും. അപ്പൊ 6 വാട്ടർ ഉണ്ടായത് കൊണ്ട് 6 വാട്ടറും ഉള്ളിൽ എഴുതി. ഇനി ഉള്ളിൽ എഴുതാൻ പറ്റില്ല, കാരണം നിക്കലിന്റെ കോർഡിനേഷൻ നമ്പറും പൊതുവെ മോസ്റ്റ് സ്റ്റേബിൾ ഹെക്സാ കോർഡിനേറ്റ് ആണ്. അപ്പൊ 2 ക്ലോറിൻ പുറത്തായിരിക്കും. ഈ 2 ക്ലോറിൻ പുറത്തായത് കൊണ്ട് ഇവിടെ 2 Cl- കിട്ടൂലേ? കിട്ടും. ഈ 2 Cl- ഇവിടെ ഉണ്ടായത് കൊണ്ട് 2 AgNO3 റിയാക്ട് ചെയ്താൽ 2 AgCl കിട്ടൂലേ? കിട്ടും. അപ്പൊ 2 AgCl കിട്ടുന്ന ഇയാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരു AgCl, ഇവിടെ AgCl കിട്ടൂല, കാരണം ഇവിടെ Cl പുറത്തില്ലല്ലോ. പുറത്തുള്ള Cl-നാണ് അയോണൈസേഷൻ നടന്ന് Cl- ആവുക. പുറത്ത് Cl- ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് AgCl കിട്ടൂല. ഇവിടെ ഒരു Cl- ഉണ്ടായത് കൊണ്ട് ഒരു AgCl കിട്ടും. ഇവിടെ 2 Cl- ഉണ്ടായത് കൊണ്ട് 2 AgNO3 റിയാക്ട് ചെയ്താൽ 2 AgCl കിട്ടും. ഇപ്പൊ 2 AgCl കിട്ടുന്ന ആളുടെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇയാളുടെ, ഈ നിക്കലിന്റെ. ഇത് -2 അല്ലേ? അപ്പൊ ഇയാൾ +2 ആവണ്ടേ? H2 ഒക്കെ ചാർജ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നിക്കൽ 2+. നിക്കൽ 2+ എന്ന് പറയുമ്പോൾ 3D8 അല്ലേ കോൺഫിഗറേഷൻ? H2 അവിടെ വീക്ക് ഫീൽഡ് ലിഗൻഡ് അല്ലേ? അപ്പൊ പെയറിങ് നടക്കുമോ? ഇല്ലല്ലോ. അപ്പൊ 1 2 3 4 5 6 7 8 വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് 6 7 8 ഇങ്ങനെ കൊടുക്കുക. ആദ്യം 5 ആള് നേരെ എഴുതണം. ഓക്കെ,
ബാക്കി 6 മെയ് ഇലക്ട്രോണും വേറെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? 2 അൺപെയർഡ് ഇലക്ട്രോൺ. 2 അൺപെയർഡ് ആകുമ്പോൾ റൂട്ട് ഓഫ് n × n + 2 അല്ലേ, 2 × 2 + 2 അല്ലേ, അതായത് റൂട്ട് എന്ത് വരും? 2 + 2 4, 2 × 4 8, റൂട്ട് 8 വരും. റൂട്ട് 8 എന്താ ഏകദേശം 2.8 സംതിങ്, 2.8. അതുകൊണ്ട് 2.8 ഒക്കെയാണ് ആൻസർ ആയിട്ട് വരിക. നിയറസ്റ്റ് ഇൻഡിജർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ട് റൗണ്ട് ഓഫ് ചെയ്യാം? 3 എന്ത് ചെയ്യാം? മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ 3 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് കൈരാൾ കോമ്പൗണ്ട്. കൈരാളിറ്റി പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവരുത് കേട്ടോ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവരുത്. നമുക്ക് നിങ്ങൾക്ക് ഇയാൾ കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് 2 ഈക്വൽ ഹാഫ് അല്ല കിട്ടുക ആണ്. അതുകൊണ്ട് അയാൾക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഈ കോമ്പൗണ്ട് എന്തല്ല? കൈരാൾ കോമ്പൗണ്ട് അല്ല. മക്കൾ ഈ കേസ് നോക്കിക്കേടാ, ഈ ഒരു കാർബണിന്റെ കേസിൽ ഈ കാർബൺ എടുത്ത് ഇവിടെ മുകളിലോട്ടൊരു OH ഉണ്ട്, ഇങ്ങോട്ട് വേറെ ഏതോ ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങോട്ട് വേറെ ഏതൊരു ഗ്രൂപ്പ് ഉണ്ട്. 3 ബോണ്ട് ആക്കിയാൽ 4ാമതായിട്ട് ഒരു H ഉണ്ടാവും. അപ്പൊ 4 ആളും ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ സിസ്റ്റം എന്താ? കൈരാളാണ്. ഒരു സിമെട്രിയും ഇല്ല, അതുകൊണ്ട് ഇത് കൈരാളാണ്. ഓക്കെ, ഇത് കൈരാളാണ്. പിന്നെ ഇതിന് സിമെട്രി ഉണ്ടോ? മുകളിലുള്ള വേറെ ഗ്രൂപ്പും താഴെയുള്ള വേറെ ഗ്രൂപ്പും അല്ലേ? ആണ്. ഇതിന് എടുത്തുള്ള 4 ഗ്രൂപ്പുകളും എന്താ? ഡിഫറെന്റും ആണ്. അതുകൊണ്ട് ഇയാൾക്കും കൈരാളിറ്റി ഉണ്ട്. ഇതിന് കറക്റ്റ് ഇങ്ങനെയാണ് മുറിച്ചാൽ ഈ OH തായോട്ട, ഈ OH തായോട്ട, ഈ OH മുകളിലോട്ട, ഈ OH മുകളിലോട്ട്. കറക്റ്റ് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇതും അങ്ങനെ തന്നെ കറക്റ്റ് ഇങ്ങോട്ട് ബൈസെക്ട് ചെയ്താൽ ഇതും മുകളിലോട്ട് COH, ഇതും മുകളിലോട്ട് COH. ഇയാൾക്കും പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അപ്പൊ ഇയാൾക്കും ഒന്നും കൈരാളിറ്റി ഇല്ല. കൈരാളിറ്റി ഉള്ള 2 ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് 2 എന്ന് എന്ത് ചെയ്യുക? എഴുതി വെക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോമ്പൗണ്ട് P എന്റെ കയ്യിലുണ്ട്. അയാൾക്ക് നൈട്രേഷൻ ചെയ്തു വിത്ത് ഡൈല്യൂട്ട് HNO3. അപ്പൊ എന്ത് ചെയ്തി? 2 ഐസോമർ കിട്ടി. ദീസ് ഐസോമർ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഫിനോൾ ആയിരിക്കും അല്ലെ? ഫിനോൾ. ഈ ഫിനോളിന്റെ അടുത്തോട്ട് ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്യുമ്പോൾ 2 ആൾ കിട്ടും. നിങ്ങൾക്ക് അറിയാലോ, അറിയില്ലേ? ഓർത്തോ നൈട്രോഫിനോളും കിട്ടും, പാരാനൈട്രോഫിനോളും കിട്ടും. ഇവർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ എക്ക് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ബിക്ക് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, നമുക്കറിയാം. ഈ കോമ്പൗണ്ട് P കോൺസെൻട്രേറ്റ് HNO3 റിയാക്ട് ചെയ്തു. ആരുമായിട്ട് റിയാക്ട് ചെയ്തു? കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട് ചെയ്തപ്പം എന്താ കിട്ടുക? നിങ്ങൾക്ക് അറിയാലോ, ഫിനോളിന്റെ അടുത്തോട്ട് കോൺസെൻട്രേറ്റഡ് HNO3 വന്നാൽ 2,4,6 ട്രൈ നൈട്രോഫിനോൾ എന്നുള്ള പിക്രിക് ആസിഡ് കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കോമ്പൗണ്ട് C കിട്ടി. ആ കോമ്പൗണ്ട് സിയിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്നാ ചോദ്യം. ഇവിടെ 2 O, ഇവിടെ 2 O, ഇവിടെ 2 O, ഇവിടെ 1 O. അപ്പൊ ടോട്ടൽ എത്ര O ആയി? 7 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ 7 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും 25 ക്വസ്റ്റ്യനോളം ചെയ്തിട്ടുണ്ട്. ചില ക്വസ്റ്റിനെ കുറച്ച് കട്ട് ചെയ്യാണെന്ന് അറിയാം. പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പഠിക്കുക. അടുത്ത എക്സാമിന് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നല്ല സ്കോർ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.